നമസ്കാരം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. നമസ്കാരം. ഞാൻ സുദർശൻ ജ്യോത്സ്യർ കവലയൂർ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ഈ രാഹുകേതുക്കളെ പറ്റിയുള്ള ചില ഫലങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ മാറ്റത്തെപ്പറ്റി, ഗുണങ്ങളെയും ദോഷങ്ങളെയും ഓരോ കൂറിനും ഉണ്ടാകുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്നിവിടെ ഇപ്പോൾ ഉള്ളത്, ഞാനിപ്പോൾ ഒരു 2 മാസത്തെ ഒരു ഫലം കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങൾ എങ്ങനെയാണ്, അതിൽ നമുക്ക് എന്താണ് ആ ദശാകാലങ്ങൾ ഓരോ കൂറിലും ജനിച്ചാൽ ഉണ്ടാക്കിട്ടേണ്ട ചന്ദ്രരാശി കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതും കൂടെ ഇതിനകത്ത് ഞാൻ കൂടെ ചേർത്ത് പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്കെല്ലാവരും കേൾക്കുക. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മിഥുനൻ രാശിയുടെ, മേടൻ രാശിയുടെയും ഇടവൻ രാശിയുടെയും ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മിഥുനൻ രാശിയുടെ ഫലമാണ് നമുക്കിനിയിപ്പോൾ പറയാൻ പോകുന്നത്. മിഥുനൻ രാശിയുടെ ഫലം എന്ന് പറയുമ്പോഴത്തേക്ക് മിഥുനൻ രാശിക്ക് തൽഭാവാധിപതിയായിരിക്കുന്നതായ ബുധൻ അതിൻ്റെ 7ാമത്തെ രാശിയിൽ നിൽക്കുന്നത്. അത് ദോഷം. പക്ഷേ ഒരു കാര്യമുള്ളത്, ലഗ്നാധിപൻ ഇപ്പോൾ അവരോഹണാവസ്ഥയിലാണ്. ശത്രുക്ഷേത്രത്തിലും അവരോഹണാവസ്ഥയിലും ആകുമ്പോഴത്തേക്ക് ശാരീരികമായിട്ടുള്ള മറ്റ് ഇച്ചിരി വിഷമങ്ങളൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരേണ്ട സാധ്യതകളുണ്ട്. വിശേഷിച്ചും കണ്ടത്തിന് മുകളിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ വരേണ്ട സാധ്യതകളും ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ ചില വിഷമങ്ങൾ വരാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ബുധനെ സംബന്ധിച്ചിപ്പോൾ പാപയോഗങ്ങളൊന്നും ഉണ്ടാകുമെന്ന് പറയാനില്ല. നമുക്കിപ്പോൾ നിൽക്കുന്നത് 11 വ്യാഴമാണ്. ആ വ്യാഴം നമുക്ക് പൊതുവെ നല്ലതാണ്. ഇനിയിപ്പോൾ 11 വ്യാഴം നിന്നിട്ട് നല്ലതല്ല, അനുഭവം എനിക്ക് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് വ്യാഴം 11 വരുന്നു. പൊതുവേ ആ ചാരഫലം നല്ല അനുഭവമാണ് തരേണ്ടത്. പക്ഷെ നമ്മുടെ അതിനകത്ത് വരുന്ന ജാതകത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ദോഷങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ ഗുണഫലങ്ങളെ അവിടെ മൂടിപ്പോകുന്നത് എന്ന് പറയാം. 2ാം ഭാവാധിപതിയായിരിക്കുന്ന ചന്ദ്രനെ നമുക്കിപ്പോഴും ഇപ്പോൾ ആരോഹണ അവസ്ഥ നീചം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നീചം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അത് നല്ല ഫലമാണ് നമുക്ക് കിട്ടേണ്ടത്. 2ാം ഭാവത്തിലേക്ക് എന്ന് പറയുമ്പോൾ 2ാം ഭാവത്തിൽ ഇപ്പോൾ ശുഭഗ്രഹങ്ങളും ഭാവഗ്രഹങ്ങളുടെ യോഗങ്ങളോ ദൃഷ്ടികളോ ഒന്നും തന്നെ ഇപ്പോഴേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 2ാമത് സാമ്പത്തികമായിരിക്കുന്ന മെച്ചപ്പെടൽ കുറച്ച് വരേണ്ട സാധ്യത ഉണ്ട്. ഏതെങ്കിലും ധനാഗമ മാർഗ്ഗങ്ങൾ നമുക്ക് ഇത്തിരി വന്നു ചേരാനുള്ള സാധ്യത കൂടി ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് വിവാഹ വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും വിവാഹം കാക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം 11 നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ഏപ്രിലിനകത്ത് എന്തെങ്കിലും ഒരു വിവാഹ നിശ്ചയമൊക്കെ നടക്കേണ്ട സാധ്യതകളും അതിലങ്ങോട്ട് കുറച്ചുകൂടെ ഒരു പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് നമുക്ക് 2ാം ഭാവം 10ാം ഭാവം തൊഴിൽ സ്ഥാനാധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹം വ്യാഴം തന്നെയാണ്. ആ വ്യാഴവും നമുക്കിപ്പോൾ 11 നിൽക്കുന്നത് കൊണ്ട് തൊഴിലിൽ വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകേണ്ട യോഗവും ഈ പറയുന്ന മിഥുനൻ രാശിക്കാർക്ക്. മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അരഭാഗവും തിരുവാതിരയും ഉണർന്നത്തിൻ്റെ 3/4 ഭാഗവും കൂടി 2 നക്ഷത്രമാണ് മിഥുനൻ രാശി എന്നുകൂടെ ഓർക്കുക. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ജാതകമുള്ളവർക്ക് ചന്ദ്രൻ എന്ന് എഴുതിയിരിക്കുന്നത് ചന്ദ്രരാശി നോക്കുമ്പോൾ അതിൽ നിന്നാണ്, അതാണ് കൂറ് എന്ന് പറയുക. അപ്പോൾ ആ കൂറിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ ഫലങ്ങൾ, ചാരവശരുള്ള ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചൊവ്വ 6ാം ഭാവാധിപത്യം എടുത്തിരിക്കുന്നതായ ചൊവ്വ മൗഢ്യത്തോടു കൂടി നിൽക്കുന്നത്. ചിലവർക്കെല്ലാം എന്തെങ്കിലും ഒരു ശസ്ത്രക്രിയോ അല്പം ഒരു മൈനറായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ശസ്ത്രഭയമൊക്കെ വരാനുള്ള സാധ്യതയും ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒക്കെ വരാം. അങ്ങനെയുണ്ട്. ചോരഭയം, കള്ളന്മാരിൽ നിന്നും അഗ്നിയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഫലങ്ങൾ വരാമെങ്കിലും സ്വക്ഷേത്രം നിൽക്കുന്നതുകൊണ്ട് മാരകമാകാനുള്ള സാധ്യത അതിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോഴും നമുക്ക് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയോ അണ്ടകശനിയോ ദോഷങ്ങളൊന്നും നമുക്കില്ല. 5ാം ഭാവാധിപത്യം എടുത്തിരിക്കുന്നതായ സഹോദര ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ധൈര്യം, വീര്യം, ദുർബുദ്ധ്യം. ആ ഭാവാധിപത്യം എടുത്തിരിക്കുന്ന സൂര്യനാണ്. ആ സൂര്യനാകട്ടെ ഇപ്പോൾ നമുക്ക് 6ലാണ് സഞ്ചരിക്കുന്നത്. അതിപ്പോൾ ഉടനെ തന്നെ ഈ വൃശ്ചിക മാസം കഴിയുമ്പോൾ തന്നെ രാശിയിലേക്ക് നമുക്ക് പോകും. അപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ചില ഗമനാഗമനം, പുതിയ യാത്രകളും മറ്റു കാര്യങ്ങൾക്കും ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ അതിനകത്തുണ്ട് എന്ന് വേണം സൂചിപ്പിക്കാൻ. വിദേശയാത്ര, വിദേശ ജോലി മുതലായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പൊതുവേ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളുണ്ടെങ്കിലും ചിലർക്ക് ജോലിയിൽ നിന്ന് കിട്ടേണ്ടുന്ന പണം നമുക്ക് ചിലപ്പോൾ വേണ്ടത്ര നമുക്ക് ലഭിക്കാതെ വരാനുള്ള സാധ്യത കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് ഉടനെ മാറി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ 2ാം ഭാവം 3ാം ഭാവം കഴിഞ്ഞപ്പോൾ 4ാം ഭാവം എടുക്കുമ്പോൾ 4ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധനാണ് അവിടെ നമുക്കിപ്പോൾ ആ അവരോഹണാവസ്ഥയിലേക്ക് പോകുന്ന ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതൊക്കെ
അപ്പോൾ ഇവിടെ ഇപ്പോഴും ഗൃഹമോ വാഹനമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആഗമനങ്ങളോ ഒക്കെ കുറച്ച് വരികയും അതിന് തടസ്സങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യാം. വിവാഹം അല്ല പിന്നെ വീട് വയ്ക്കാൻ ഒരുങ്ങുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ നിർത്തിവെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചില തടസ്സങ്ങൾ വന്നിരുന്നാലും അങ്ങോട്ട് മുന്നോട്ട് കയറിപ്പോക്കോളും. ചിലവർക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനമെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള സാധ്യതകൾ ആ ബുധൻ്റെ ഉണ്ട്. ചിലർക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ച് ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ പുതിയത് തന്നെ നമുക്ക് വാങ്ങിച്ച് നമ്മുടെ ആഗ്രഹം അഭിലാഷം സാധിക്കാനുള്ള യോഗവും ആ 4-ാം ഭാവാധിപതിക്ക് അവിടെ ഉണ്ട്. അവിടെ ഇപ്പോൾ 4-ൽ കേതു എന്നൊരു ഗ്രഹസ്ഥിതി ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും കേതുവിൻ്റെ ഭാവാധിപൻ്റെ ബലഹാന്യം കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ അനുഭവങ്ങൾ കുറച്ച് ചെറുതായിട്ട് നമുക്ക് കിട്ടേണ്ട സാധ്യത അവിടെ വന്നു ചേരുന്നത്. 10-ാം ഭാവം തൊഴിൽ ഭാവം നോക്കുമ്പോൾ 10-ാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് അവിടെ വ്യാഴം തന്നെ നേരത്തെ പറഞ്ഞു 11 നിൽക്കുന്നത് കൊണ്ട് ആ ലാഭസ്ഥാനങ്ങൾ 10-ാം ഭാവം കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുമെങ്കിലും അവിടെ 10 നിൽക്കുന്ന രാഹു നമുക്ക് അവിടെ ദോഷമല്ല. ഇപ്പോൾ രാഹുവിൻ്റെ മാറ്റം കഴിഞ്ഞ ഒക്ടോബർ 30-ാം തീയതി വന്നിട്ട് ആ രാഹു മീനൻ രാശി നിൽക്കുന്നതും ഈ കുറുകാരെ സംബന്ധിച്ച് ദോഷമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ 10-ാം ഭാവത്തിൽ തൊഴിൽ ഒന്നിലധികം ചില തൊഴിലുകളിലേക്ക് തന്നെ അവർ ഒന്ന് മാറി ചിന്തിക്കേണ്ട സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. തൊഴിലൊരു മാന്യതയായിട്ട് പോയിക്കൊണ്ടിരുന്നവരെ സംബന്ധിച്ചും അത് കുറച്ച് മെച്ചപ്പെട്ട് തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള യോഗമൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഔദ്യോഗിക സ്ഥാനമാനങ്ങളും ചിലർക്ക് പ്രമോഷൻ സാധ്യതകളൊക്കെ ആ സന്ദർഭത്തിൽ വരേണ്ട യോഗവും ഇതിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നിട്ട് അത് മാറ്റം വരുന്നുണ്ട്, വക്രഗതിയിൽ നിന്ന് മാറുന്നുണ്ട് ഉടനെ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭൗതികമായിരിക്കുന്ന സുഖസൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഗ്നാധിപത്യം കൊണ്ട് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി വരേണ്ട സാധ്യതയുണ്ട്. ദൈവികമായ വൈഷ്ണവമായ പൂജകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണുവിന് ആ മാല ചാർത്ത് വിഷ്ണു സഹസ്രനാമജപം ഭാഗവതാദി പുരാണ ഇതിഹാസങ്ങളുടെ പാരായണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വിഷ്ണുവിന് 4 പ്രദക്ഷിണമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് ഈ പറയുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ രാശിയുടെ അധിപൻ്റെ ദശാകാലം നമുക്കാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതും 4-ാം ഭാവാധി കേന്ദ്രാധിപത്യം എന്നൊരു ദോഷം അനൽപ്പം ഉണ്ടെങ്കിലും ലഗ്നാധിപത്യം എന്നിരിക്കുന്നതായ ഗുണം നമുക്ക് കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ല. പക്ഷേ അവിടെ ബുധൻ അവിടെ ശത്രുക്ഷേത്രത്തിലോ നീചരാശിയിലോ മൗഢ്യം പ്രാപിച്ചിട്ട് ബുധന് മൗഢ്യം കൂടെ ഉണ്ടാകുന്നതാണ് എങ്കിൽ അതൊരു വലിയ ദോഷമായിട്ട് വരില്ല. വക്രമൗഢ്യമാണെങ്കിൽ അതിൻ്റെ ദോഷം മാറി വരും എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ദശാകാലം നമുക്കൊരു മധ്യമ ഫലമായിട്ട് ബുധൻ നമുക്ക് കിട്ടും. ആ ദശാകാലം 17 വർഷമാണ് ആ ബുധൻ്റെ ദശാകാലം നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് തൊഴിൽപരമായ നല്ല അനുഭവങ്ങളും വീട് മറ്റ് അനുഭവങ്ങളും ഒന്നിലധികം നിലകളുള്ള വീടുകളൊക്കെ വയ്ക്കാനുള്ള യോഗവും കാര്യങ്ങളൊക്കെ ആ ബുധദശാകാലത്ത് നമുക്ക് വരേണ്ടതാണ്. വ്യാഴദശയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നമുക്ക് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് നമുക്കത്ര ഫലപ്രദമായിട്ട് വരാൻ സാധ്യത കുറവാണ്. കാരണം ഈ കേന്ദ്രാധിപത്യം എന്നൊരു ദോഷത്തോടെ കേന്ദ്രാധിപത്യ ദോഷസ്ഥ ബലവാൻ ഗുരുശുക്രയോ എന്നുള്ളത് കൊണ്ട് വ്യാഴനും ശുക്രനുമാണ് ഈ പറയുന്ന കേന്ദ്രാധിപത്യ ദോഷം കൂടുതലെന്നാണ്. ഇനി അതിനെ മറിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ വ്യാഴം നല്ല സ്ഥാനങ്ങളിലെവിടെയെങ്കിലും ഒന്നിൽ ഉച്ചരാശി 2-ാം ഭാവത്തിൽ വരിക. അതല്ലെങ്കിൽ ഒരു പക്ഷേ വ്യാഴം 10-ാമത്തെ രാശിയിൽ 7-ാമത്തെ രാശിയിലോ നേരത്തെ കേന്ദ്രാധിപത്യം എന്ന് പറഞ്ഞ് ആ രാശിയിൽ തന്നെ അവരെ സ്ഥിതി ചെയ്യുക ചെയ്ത യോഗകർത്താക്കളായിട്ട് അവർ മാറും. അങ്ങനെയാണെങ്കിൽ ആ വ്യാഴദശ ഫലകർത്താക്കളായിട്ട് വരികയും ചെയ്യും. അടുത്ത ശനിദശാകാലം 9-ാം ഭാവം അഷ്ടമാധിപത്യം എടുത്തിരിക്കുന്നത് കൊണ്ട് ശനിദശയാണ് നടക്കുന്നതെങ്കിൽ അവർക്ക് ആ ശനിദശ ഗുണങ്ങളെയും പകുതിയോളം നമുക്ക് ഗുണാനുഭവങ്ങളും ശേഷം പിന്നെ ദോഷാനുഭവങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അവിടെയും ശനിക്ക് ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്ര ബലങ്ങളും കാര്യങ്ങളും ഇഷ്ടഭാവസ്ഥിതി 6, 10, 11 ഭാവങ്ങളുടെ സ്ഥിതിയൊക്കെ ശനിക്ക് നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുമെന്നുകൂടി ഈ അവസരത്തിൽ അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന മിഥുനൻ രാശിക്ക് അവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മിഥുനൻ രാശിക്ക് നമുക്കിപ്പോൾ അഷ്ടമാധിപത്യം എടുത്തിരിക്കുന്ന ശനി ഇപ്പം ചാരവശ സഞ്ചരിക്കുന്ന 9-ലാണ്. 9-ാം ഭാവം മുമ്പ് പിതൃസ്ഥാനത്താണ് ആഗ്രഹം വരുന്നത്. കണ്ടകശനിയെന്നോ അഷ്ടമശനിയെന്നോ ഉള്ള ദോഷം പറഞ്ഞില്ലെങ്കിലും പിതൃസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും വരുന്നതുകൊണ്ട് അപ്പോൾ പിതൃഭാവം മറ്റച്ഛനോ ആൾക്കാർക്കോ കുറച്ച് ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കേണ്ട എന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൽ ചില ദോഷങ്ങൾ കൂടി വരേണ്ട സാധ്യത കൂടി നമുക്ക് 9-ൽ ഉണ്ട്. 9-ാം ഭാവം ഉപാസനാസ്ഥാനവും വിശേഷിച്ചും ഒരു സന്യാസ യോഗവും 9-ാമത്തെ രാശി നിൽക്കുന്ന ശനിക്ക് പറയണമെന്നാണ്. 9-ൽ ശനി ഒരു സന്യാസ യോഗം ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഒന്ന്
കുറച്ചുകൂടെ ബലപ്പെട്ട് മുന്നോട്ട് പോകേണ്ട സാധ്യതയും ഈ ശനി നമുക്ക് തരുന്നതാണ്. അതുപോലെ അവിടെ നമുക്ക് യോഗികളായിരിക്കുന്ന ആരാധനാമൂർത്തികളിലേക്ക് സംബന്ധിച്ച് അങ്ങനെയുള്ളവരുടെയൊക്കെ ശാസ്താവിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ വരാനും യോഗികളുടെ അനുഗ്രഹം ശ്രദ്ധിക്കാനും അങ്ങനെയൊക്കെ നമുക്കതിന് കഴിയും എന്നുള്ളത് കൂടി 9 ശനി നമുക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഗുണങ്ങളെയും ദോഷങ്ങളെയും നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദശാകാലങ്ങൾ ആദ്യത്തിൻ്റെ ദശാകാലമാണ് നമുക്ക് ഒരുപക്ഷെ ജാതകത്തിൽ നടക്കുന്നതെങ്കിൽ ആ ആദ്യത്തിന് 2-3 ഭാവാധിപത്യമാണ്, അല്ല പിന്നെ 3-ാം ഭാവാധിപത്യമാണ് ആ സൂര്യൻ എടുത്തിരിക്കുന്നത്. സൂര്യൻ നമുക്ക് 3-ാം ഭാവാധിപത്യം എടുത്തിട്ട് നല്ല 11 ഉച്ചസ്ഥനായിട്ടും മേടൻ രാശിയിൽ നിൽക്കുക, ബന്ധുക്ഷേത്രങ്ങൾ നിൽക്കുക, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വിശേഷിച്ച് 4-7 രാശികൾ വരികയും ചെയ്താൽ ആ സൂര്യൻ്റെ ദശാകാലവും നമുക്ക് നല്ലതായിരിക്കും. ദോഷമായിട്ട് വരുമ്പോൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് ശൈവാരാധന പ്രധാനമായിട്ടും ആദിത്യ ഭജനങ്ങളും ചെയ്തുകൊള്ളുക. പിന്നെ നമുക്ക് നേരത്തെ ശനിദശയുടെ ഫലം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, ബുധൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ശുക്രൻ്റെ ദശാകാലം ഏറ്റാൽ ശുക്രൻ 12-ാം ഭാവാധിപത്യവും 5-ാം ഭാവാധിപത്യവും ഇരിക്കുന്നത് കൊണ്ട് അവിടെയും നമുക്ക് 12-ാം ഭാവം കൊണ്ടുള്ള ദോഷവും ത്രികോണാധിപത്യം കൊണ്ടുള്ള ഗുണവും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ശുക്രൻ അവിടെ നല്ല ഭാവങ്ങളിൽ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ചന്ദ്രൻ്റെ ജാതകത്തിൽ ഞാനിപ്പോൾ ചന്ദ്രനെ കൊണ്ടാണ് ഈ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജാതകത്തിൽ ലഗ്നവും കൂടി അതിന് ബലം ഉണ്ടെങ്കിൽ അതിൽ കൂടി കൊണ്ട് ചിന്തിക്കാം. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വാട്സാപ്പ് ചെയ്യുകയോ കോൾ ചെയ്ത് തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യാം. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.